സുഗതൻ ഇറങ്ങുകയാണ്. ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കാപ്പ കേസിൽ പിടിയിലായ ചിക്കൻ ബോസിന്റെ വീട്ടിൽ കിടന്ന് എന്നെ ജനപ്രതിനിധിയായിട്ട് മത്സരം ജയിച്ചവരാണ്. എന്നെയാണ് അവർ കാപ്പ കേസിൽ പ്രതിയാക്കിയത്. മീഡിയയുടെ മുമ്പിൽ പറയണത്. വീട്ടിൽ കയറി അറസ്റ്റ്. എന്റെ ഭാര്യ എന്റെ മൈനായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ കേസിലും അടിയില്ല. ആ പോലീസ് മുഴുവൻ ആക്രമിക്കുക. എന്റെ ഭാര്യ ഉൾപ്പെടെ എന്റെ കൊച്ചിനെ ഉൾപ്പെടെ മൈനായിട്ട് കൊച്ചിനെ ഉൾപ്പെടെ ആക്രമിച്ചു. എടാ കൈ പിടിച്ചാലും നീ ഒന്നും പിടിച്ചാൽ വരൂല. ഹൈക്കോടതി ഓർഡറിൽ ഹൈക്കോടതി കേസ് കിടക്കുമ്പോഴാണ് ഇവരെന്നെ അറസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് പറ. നാളെ എന്നെ പറയണത് ഒരു കൗൺസിലർ ഒളിവിലാണെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ജനങ്ങളിലൊപ്പം ജീവിതം മരണം വരെ ഉണ്ടാവും. എത്ര പിടിച്ചാലും ശരി ഞാൻ മീഡിയ എന്ന് പറയാം. ജനങ്ങളിലൊപ്പം ഞാൻ ഉണ്ടാവും, മരണം വരെ ഉണ്ടാവും. എന്നെ ജയിപ്പിച്ചത് എന്റെ ജനങ്ങളാണ്. വായിട്ടുള്ള ജനങ്ങൾക്ക് ഒപ്പം ഞാൻ ഉണ്ടാവും. യവന്മാർ ഈ ഒളിവിൽ കിടക്കുന്ന പറയണം 369 വിധവാ ഫിനിഷനെ ഒപ്പിട്ടിട്ടുണ്ട്. ചിക്കൻ പോക്സ് ബാധിച്ച് വീട്ടിൽ കിടക്കുമ്പോഴാണ് തന്നെ അറസ്റ്റ് ചെയ്തത്. വലിയൊരു സീനുണ്ടാക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ തന്റെ മകനെ ഉൾപ്പെടെ പോലീസ് ഉപദ്രവിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മേഘന തുടരുന്നുണ്ട്. മേഘന, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ പോലീസിനെതിരെ ഇയാൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ. അമൃത, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പോലീസിനെതിരെ വാഴോട്ടുകുളം വാർഡ് കൗൺസിലർ നിലവിൽ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഈ സുഗതന്റെ കഴുത്തിലൊക്കെ പാടുകളൊക്കെ കാണാനുണ്ട്. അതെന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇനി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ സുഗതൻ പറയുന്നത് ജനങ്ങൾക്കൊപ്പമാണ് താൻ, എന്നും ജനങ്ങളുടെ മുന്നിലാണ് വളർന്നത്. എന്നിട്ടും പോലീസ് ഒരു വലിയ പ്രതി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഗുണ്ടാ നേതാവ് എന്നൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും സുഗതൻ നിലവിൽ ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്. ഇനി നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കഴുത്തിലൊക്കെ പാടുകളുണ്ട്. അതിൽ മനഃപൂർവ്വം ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗമെന്ന് പറയുന്നത് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് BJP പ്രവർത്തകരടക്കം ഈ സാഹചര്യം വളയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസിന് വെടിവെക്കേണ്ടി വന്നത്, ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും സുഗതൻ അത് വലിയ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നുവെങ്കിലും ഇത്ര തീയതിക്കുള്ളിൽ ഹാജരാകണമെന്നുള്ളതാണ് തന്നോട് പറഞ്ഞിരുന്നത്. എന്തിന് തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് സുഗതൻ ചോദിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധമുണ്ട്. മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിലാണ് സുഗതൻ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം അത് പോലീസ് പറയുന്നത് വാഴോട്ടുകോണത്ത് വീട്ടിൽ കയറിയല്ല പിടികൂടിയത്, മറിച്ച് ഇവിടെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലത്തെത്തുകയും പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗം. എന്നാൽ മകനെ അടക്കം ആക്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാർഡ് കൗൺസിലർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.